കടക്കുന്നത്. അതായത് സാംസ്കാരിക ടൂറിസം അല്ലെ കൾച്ചറൽ ടൂറിസം. ഈ കൾച്ചറൽ ടൂറിസത്തിൽ ഈ സ്കൂൾ കലോത്സവത്തെ നമ്മൾ കണക്ട് ചെയ്താൽ, ഗവൺമെന്റ് വളരെ ബുദ്ധിപരമായിട്ട് കണക്ട് ചെയ്ത് അത് പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള ഒരു ബന്ധം കൂടി അതിൽ ഉടലെടുത്താൽ തീർച്ചയായിട്ടും ഈ കലാപരിപാടികളെ ഭംഗിയായി മാർക്കറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ കലാപ്രവർത്തനങ്ങൾക്ക് ഓരോ സ്കൂളുകൾക്കും വേണ്ടിയ ഫണ്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു നിലയും കൂടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഈ കലാപ്രവർത്തനങ്ങൾ ശോഭയേറിയ രീതിയിൽ നടക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ഓരോ നമ്മൾ പറയല്ലോ സ്കൂൾ കലോത്സവം നടക്കുന്ന സമയം ഓരോ ജില്ലയിലേക്കും വരുന്ന ടൂറിസ്റ്റ് അല്ലെ ഫോറിനേഴ്സ് അല്ലെ നമ്മൾ പറഞ്ഞ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഇവരെയൊക്കെ ഈ സ്ഥലത്തേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. അവർക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളുടെ ചാർട്ടിന്റെ സമയം ക്രമീകരിച്ച് അവരെ എത്തിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ഫീസ് അതിൽ നിന്ന് ഈടാക്കിയാൽ അത്